നിൻ പാദം പുണർന്നു ഞാൻ ഒന്നു ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നിൻ പാദം പുണർന്നു ഞാൻ ഒന്നു ആരാധിക്കട്ടെ. എൻ കരങ്ങൾ തിരുപാതെ ഞാൻ ഒന്നു ചേർത്തു വയ്ക്കട്ടെ. നന്മ ചെയ്തു സഞ്ചരിച്ച പാദങ്ങൾ ഒന്നു ചുംബിച്ചിടട്ടെ. ജീവന്റെ നാഥനാമേശുവേ എൻ്റെ തമ്പുരാനേ, ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. ഉത്ഥാനം ചെയ്തവനേ ഞങ്ങൾ ആരാധിക്കുന്നു. മരണത്തെ ജയിച്ചവനേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യമായി നമ്മുടെ മുന്നിലേക്ക് ആഗതനായിരിക്കുന്ന ഈശോയുടെ സാന്നിധ്യത്തെ നമുക്ക് ഓർക്കാം. ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. ഈശോയെ, ഈ ഒരു മണിക്കൂർ അങ്ങയോടൊപ്പമായിരിക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ, അങ്ങേക്ക് നന്ദി പറയുവാൻ, അങ്ങയോട് പ്രാർത്ഥിക്കുവാൻ, നിരവധിയായ ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുവാൻ, അങ്ങയുടെ പരിപാലനയിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുവാനായിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ മുൻപിലായിരിക്കുക. ഈശോയെ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ പരിപാലനയിലാണ് ഞങ്ങളായിരിക്കുക. ഈശോയെ, അങ്ങ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നമുക്കെല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി ഈശോയെ നമുക്ക് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ അങ്ങ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിലേക്ക് അങ്ങ് കടന്നു വന്ന നിമിഷങ്ങളെ ഓർക്കുന്നു. ദിവസത്തിന്റെ ആരംഭം മുതൽ ഒരു ദിവസത്തിന്റെ അവസാനം വരെ എൻ്റെ എല്ലാവിധ പ്രവർത്തികളിലും ജോലികളിലും അങ്ങനോടൊപ്പം ഉണ്ടായിരുന്നു എന്ന് ഓർത്തുകൊണ്ട് അങ്ങ് നൽകിയ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി നമ്മയെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവത്തിന്റെ അനന്തമായ സ്നേഹത്തെ ഓർത്തുകൊണ്ട്, പരിപാലനയെ ഓർത്തുകൊണ്ട്, ദൈവത്തിന്റെ കരുണയെ ഓർത്തുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് ദൈവത്തോട് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക
നാമം പെരുവെള്ളത്തിൻ ഇരച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഈശോയെ, ഈ ഭൂമിയിലെ സർവചരാചരങ്ങളെയും അങ്ങ് പരിപാലിക്കുന്നു, ഞങ്ങളെയും അങ്ങ് പരിപാലിക്കുകയാണ്. എല്ലാ ദിവസവും ഞങ്ങൾക്ക് വേണ്ടതെല്ലാം നൽകിക്കൊണ്ട് എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നു. എല്ലാത്തിനും ഞങ്ങളുടെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങാണ് എൻ്റെ ജീവന്റെ നാഥനെന്ന്, എൻ്റെ ജീവൻ രക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും അങ്ങാണെന്ന് ഏറ്റുപറയുകയാണ്. യഹോവയ്ക്കായി കാത്തു കാത്തല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. ഞാൻ യഹോവയ്ക്കായി ചാഞ്ഞു കേട്ടല്ലോ, അവനെങ്കലേക്കു ചാഞ്ഞു കേട്ടല്ലോ. നശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. നശകരമാം കുഴിയിൽ നിന്നും കുഴഞ്ഞ ചെറ്റിൽ നിന്നും കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ശക്തിയും ബലവും എന്നേശുവെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന യേശുവേ, നമുക്കെല്ലാവർക്കും യേശുവെ സ്തുതിക്കാം. എന്റെ ശക്തിയും ബലവും യേശുവാണ്. എന്റെ ജീവിതത്തിന്റെ നാഥൻ ഈശോയാണ്. ഈശോയാണ് എന്നെ നയിക്കുന്നത്. അങ്ങാണ് എന്നെ പരിപാലിക്കുന്നത്. എന്റെ ശക്തി അങ്ങാണ്, എന്റെ ബലം അങ്ങാണ്, എന്റെ ജീവിതത്തിന്റെ ശ്വാസം അങ്ങാണ്. ഈശോയെ, അങ്ങാണ് എന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം. അങ്ങിലാണ് ഞാൻ ആശ്രയിക്കുന്നുള്ള ആശ്രയബോധത്തോടു കൂടിയിട്ട് ദൈവത്തിന്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിക്കാം. ഒരിക്കൽ കൂടി സ്വരമുയർത്തി മനമുയർത്തി നമുക്ക് ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ ഈശോ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. കരുണ കാണിക്കുന്ന, പാപികളോട് കരുണയോടുകൂടി വർത്തിക്കുന്ന, പാപികളായ ഞങ്ങളെല്ലാവരെയും പിതാവിൻ്റെ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ച ആ ഈശോയിലേക്ക് ഞങ്ങൾ തിരിച്ചു നടക്കുകയാണ്. വഴിതെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ നേരായ വഴിയിലൂടെ ദൈവത്തിൻ്റെ കരുണ യാചിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ പക്കലേക്ക് അണയാം. ഈശോയെ, കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ഈ ലോകം മുഴുവൻ്റെ മേലും അങ്ങ് കരുണയായിരിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കരുണയാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന്, ഞങ്ങളുടെ പാപങ്ങളെല്ലാം ക്ഷമിച്ച് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ലോകം മുഴുവനെയും സകല ജനങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സഹോദരി സഹോദരങ്ങളെയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോട് കൂടിയിട്ട് കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞു പറയുമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു.
അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ഈ ലോകം മുഴുവനെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുവാനായിട്ട് പാപത്തിൻ്റെതായിട്ടുള്ള എല്ലാ വഴികളും ഉപേക്ഷിച്ചുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ ചരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളെ പാപങ്ങൾ ക്ഷമിക്കണമേ. ഈ ലോകത്തിൻ്റെ മേലെ കരുണയായിരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന താജു, പ്രിൻസിക്, സേവി, ലീലാമ, ബിൽവി, ലിജോ, സ്റ്റെഫി, അജിൻ, ലിൻഡ, രാജു, ജ്വാലിൻ, റജിൻ, ജെറ്റോപോൾ, ആനി, റോഷിൻ, സേവ്യർ, ജോസഫ്, ഏഞ്ചൽ, എലിയാമ, ആന്റണി, അഞ്ജു, ലൈജോ, ജിയോൺ, ജിയാൻ, പൊയ്യപ്പൻ, സേവ്യർ, ജിൽസ്, ജൈൽസ്, ജെയിംസ്, മേഴ്സി, എദാലിയ, ഇവരെയും ഇവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പഠിക്കുവാനായിട്ട് അവരൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ. അങ്ങേ പരിശുദ്ധാത്മാവിനെ അയച്ച് അവരുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരീക്ഷ എഴുതുന്ന നിമിഷങ്ങളെല്ലാം അങ്ങ് അവരോടൊപ്പം ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ ഒരുക്കുന്ന മാതാപിതാക്കളെയും ടീച്ചേഴ്സിനെയും സാറന്മാരെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവർക്ക് വേണ്ട എല്ലാ കൃപകളും നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ആൽബി, ബേബിച്ചൻ, വർഗീസ്, ചാൾസ്, ലിംന, അന്ന, ആനി, അഭിലാഷ്, ഡയാന, മിന്ന, മിഥുൻ, മേരി, ലിസ, അഞ്ജു, അന്നമോൾ, മരിയ, ജോസി, ത്രേസ്യാമ, ഷെറിൻ,
വിനിൽ, ടിനോയ്, എൽസി, ചെറിയാൻ, ടോബി, അനിറ്റ, ജിയോൺ, ജോയൽ, ജോഷി, നിഖിൽ, ഗ്രേസി, ആൽബിൻ, റോസ്മോൾ എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാവപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ഞങ്ങളുടെ ഇടയിൽ രോഗികളായി കഴിയുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പല വിധത്തിലുള്ള രോഗത്തിൻ്റെതായ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരെയും, അവരെ ശുശ്രൂഷിക്കുന്ന എല്ലാ വ്യക്തികളെയും, കുടുംബാംഗങ്ങളെയും, ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, സൗഖ്യദായകനായി അങ്ങയുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന മേരി, വിമല, ഓമന, റോബിൻ, ടെലസ്ഫോർ, സുനിത, റിയ, മാനുവേൽ, ആൻഡോ, ജോസഫ്, പൗലോസ്, നയന, പാപ്പച്ചൻ, ഓമന, ജോനാഥ്, ജ്യോത്സ്ന, ഇസബൽ, ഓമന, ലീന, ജോയ്, നൈഡി, ലിയോ, ജോസ്, മേരി, സിജോ, ലിജി, ഇവാൻ, സീന, വിപിൻ, ജോഹാൻ, ഓമന, ലോറൻസ്, അന്തോണി, ഏഞ്ചൽ മരിയ, റബേക്ക, ജേക്കബ്, ഫിലോമിന, വർഗീസ് എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ,
പ്രത്യേകമായി ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, സ്ഥിരമായിട്ടുള്ള ഒരു തൊഴിൽ കണ്ടെത്തുവാനായിട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ജീവിതത്തിൽ പ്രതീക്ഷയിലേക്ക് നടന്നെടുക്കുവാനായിട്ട് എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഔറാച്ചൻ, ബിജി, വരുൺ, പ്രിയ, ക്രിസ്റ്റീന, ജിതിൻ, ഡെൽവിൻ, നികിത, ലീല, വിന്ധ്യ, മാഗി, ജോസഫ്, ഗ്രേസി, ജാസ്മിൻ, ജിൻസി, ജെയ്സ്ന, പ്രിൻസി, എൽസി, ഉഷ, ഷിനോജ്, ഷിനി, ജിജോമോൻ, ഏഞ്ചൽ, എസക്കിയേൽ, കുര്യൻ, ത്രേസ്യാമ, ചിഞ്ചു, അജിത എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ ഏറ്റവും വത്സലസുതനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ, പ്രത്യേകമായി ഓരോ കുടുംബത്തിലെയും കുടുംബാംഗങ്ങളെ, കുടുംബനാഥനെയും നാഥയെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കുടുംബജീവിതത്തിൻ്റെ എല്ലാവിധ ഉത്തരവാദിത്തങ്ങളും പൂർണ്ണമായി നിറവേറ്റുവാനായിട്ട് വേണ്ട എല്ലാ കൃപകളും അവർക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിനു വേണ്ടി അധ്വാനിക്കുന്ന അവരെ അങ്ങ് സംരക്ഷിക്കണമേ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും അവരെല്ലാവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന സിമി, എലിൻ, എവിൻ, ആൻമരിയ, ആൻഡോൺ, വിനി, ജോഷി, സിനി, മേരി, ജോർജ്, ജോജു, സെലിൻ, മരിയ, ജോസഫ്, ജെസ്സി, ഷിജോ, ജസ്നി, ജോസ്ന, ജൂഡ്, എഡ്വിൻ, നീതു, അന്നമ്മ, ടോണി, അങ്കിത, മരിയ, അന്ന, സ്വാന്തന, എഗ്ലിൻ, ലിയോ, ഷെറിൻ, ഇസ, ഡെയ്സി, റിജു, മരിയ, ആദിത്യ, ഹരീഷ്, ആശ, സൈമൺ, ജോൺ, വെറോനിക്ക, ലിനി എന്നിവരെയും അവരുടെ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയുടെ അതിദാരുണമാ പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരി.
പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ അമർത്യനേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയെ, പരിശുദ്ധനായ ബലവാനായ അങ്ങയോടാണ് ഞങ്ങൾ കരുണയ്ക്ക് വേണ്ടി യാചിച്ചത്. ഞങ്ങളുടെ എല്ലാം പാപങ്ങളെ അങ്ങ് പുറത്ത് ഞങ്ങളോട് കരുണ കാണിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോയെ, അനുതപിക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചത്. ഈശോയെ, ഈ ദിവ്യകാരുണ്യനാഥൻ്റെ മുൻപിലായിരിക്കുമ്പോൾ ഞങ്ങളെ പൂർണ്ണമായിട്ടും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുന്നു. പാപങ്ങൾ പൊറുക്കുവാനായിട്ട്, ഞങ്ങളോട് ക്ഷമിക്കുവാനായിട്ട് അങ്ങ് കാണിക്കുന്ന കരുണയോർത്ത്, ദയോർത്ത് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഈശോയെ, പാപിയാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ട് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് അണയുകയാണ്. ഞങ്ങളുടെ തെറ്റുകളെ അങ്ങ് ദയോടുകൂടി കാണുമെന്നുള്ള വിശ്വാസത്തിൽ, അങ്ങ് ഞങ്ങളോട് ക്ഷമിക്കുമെന്നുള്ള വിശ്വാസത്തിൽ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ച എല്ലാ നിയോഗങ്ങളെയും ഒരിക്കൽ കൂടി അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ്. പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെയും എല്ലാവിധ നിയോഗങ്ങളും പ്രാർത്ഥനകളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, പരീക്ഷ എഴുതുവാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, സഹോദരങ്ങളെ എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ജോലി അന്വേഷിക്കുന്ന എല്ലാ യുവാക്കന്മാരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യുവാനായിട്ട്, ജോലി സംബന്ധമായിട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, സാമ്പത്തികമായിട്ടുള്ള പരാധീനതകൾ അനുഭവിക്കുന്ന കുടുംബാംഗങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്ഥലവും വീടും മറ്റും വിൽക്കുവാനായിട്ട്, സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനായിട്ട്, സ്വന്തം സ്വത്തും മറ്റും വിറ്റ് ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ തരണം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഓപ്പറേഷൻ മൂലം വേദന അനുഭവിച്ച് കഴിയുന്ന, സൗഖ്യം പ്രതീക്ഷിച്ച് കഴിയുന്ന എല്ലാ രോഗികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, അപസ്മാരം മൂലം പലവിധ ക്ലേശങ്ങൾ അനുഭവിക്കുന്ന രോഗികളായിട്ടുള്ള എല്ലാ വ്യക്തികളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ, ഞങ്ങളെല്ലാവരും അങ്ങയുടെ കരുണയും സൗഖ്യവും എല്ലായ്പ്പോഴും പ്രതീക്ഷിക്കുകയാണ്. ഈശോയെ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പുറത്ത് ഞങ്ങളെല്ലാം സൗഖ്യപ്പെടുത്തി ഞങ്ങളോടെല്ലാം കരുണ കാണിക്കണമേ എന്ന് അങ്ങയോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഒരു നിമിഷം ഈ എല്ലാവിധ നിയോഗങ്ങളെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന, നമ്മളോട് കരുണ കാണിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ സ്വരമുയർത്തി മനമുയർത്തി നമുക്കൊരു നിമിഷം ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ നിരവധിയായുള്ള ആഗ്രഹങ്ങളെ അങ്ങ് കാണണമേ. ഞങ്ങളെ പാപങ്ങൾ ഞങ്ങളോട് പുറത്ത് ഞങ്ങളെ സ്നേഹിക്കണമേ. ഞങ്ങളുടെ മേൽ അലിവ് തോന്നണമേ. ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഞങ്ങളെ അങ്ങയുടെ മകനും മകളുമായി തിരിച്ചു സ്വീകരിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങൾ ചെയ്തു പോയ കടങ്ങളും പാപങ്ങളും ക്ഷമിച്ച് ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ മകനും മകളുമായിട്ട് സ്വീകരിക്കണമേ. ഈശോയെ, പാപത്തിൻ്റെതായുള്ള എല്ലാ വഴികളിൽ നിന്നും
മാറി സഞ്ചരിക്കുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിക്കുമ്പോൾ ഈശോയെ കരുണയോട് കൂടിയിട്ട് സ്നേഹനിധിയായ ഒരു പിതാവിനെ പോലെ ഞങ്ങളെ ചേർത്ത് പിടിക്കണമേ എന്ന്, അങ്ങയുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണ തോന്നണമേ, ഈശോയെ ഞങ്ങൾ പ്രാർത്ഥന കേൾക്കണമേ, ഈശോയെ ഞങ്ങളുടെ മേൽ അലിവുണ്ടാകണമേ. യേശുവിനെ ക്രൂശിലെ ജയാളി, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിടാം യേശുവിനെ ക്രൂശിലെ ജയാളിയെ, സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. ആരാധിക്കാം യേശുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവനെ, വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. നമുക്ക് ആരാധിക്കാം. അധികാരമുള്ള, എൻ്റെ ജീവിതത്തിന്റെ മേല് അധികാരമുള്ള, എന്നെ സ്നേഹിക്കുന്ന, എന്നോട് കരുണ കാണിക്കുന്ന ഈശോയെയാണ് ഞാൻ ആരാധിക്കുന്നത്. ഈശോയെ എല്ലാ സ്തുതിക്കും അങ്ങ് യോഗ്യനാണ്. എന്റെ ജീവന്റെ നാഥനാണ്, എന്റെ കുടുംബത്തിന്റെ നാഥനാണ്, എന്റെ ജീവനെ പൂർണ്ണമായിട്ടും പരിപാലിക്കുന്ന ദൈവമാണ്. ഈശോയെ എന്റെ ചെറുതും വലുതുമായുള്ള എല്ലാ ആഗ്രഹങ്ങളും ഞാൻ അങ്ങയുടെ മുൻപിലേക്ക് നൽകുന്നു. എന്റെ പ്രാർത്ഥനകളെ ഞാൻ അർത്ഥനകളായി, സ്തുതികളായി അങ്ങയുടെ പക്കലേക്ക് സമർപ്പിക്കുന്നു. ഈശോയെ എന്റെ മേല് കരുണയായിരിക്കണമേ, ലോകത്തിന്റെ മേല് കരുണയായിരിക്കണമേ, സകല ജനങ്ങളുടെയും മേല് കരുണയായിരിക്കണമേ. യേശുവിനെ ഏകരക്ഷകനെ ഏറ്റുപറയാം, യേശുവിനെ കർത്താദി കർത്താവിനെ സ്നേഹിച്ചിടാം, യേശുവിനെ ഏറ്റവും പ്രിയനായോനേ സേവിച്ചിടാം, യേശുവിനെ ഇന്നും എന്നും അനന്യനെ. ആരാധിക്കാം യേശുവിനെ. നമുക്കെല്ലാവർക്കും സ്വരമുയർത്തി ദൈവത്തെ സ്തുതിച്ച് പാടാം, ആരാധിക്കാം, വണങ്ങിയിടാം, ഈശോയ്ക്ക് നന്ദി പറയാം. ഈശോയെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിക്കുന്നോർത്ത് ആരാധിക്കാം യേശു ക്രിസ്തുവിനെ അധികാരമുള്ളവരെ, വണങ്ങിയിടാം ദൈവ കുഞ്ഞാടിനെ ആരിലും ഉന്നതനെ. ആരാധന ആരാധന. നമുക്കെല്ലാവർക്കും ഈശോയെ ആരാധിച്ച് സ്തുതിച്ച് പാടാം. ആരാധന ആരാധന എന്ന് ഏറ്റുപാടാം. ഈശോയെ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന നിമിഷമാണിത്. ഈശോയെ അങ്ങ് ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനോട് നന്ദി പറയുന്ന നിമിഷം. ഈശോയെ അങ്ങ് ഞങ്ങൾ വഴി നടത്തിയതിനോട് നന്ദി പറയുന്നു. ഈശോയെ ഞങ്ങൾ പ്രാർത്ഥനകളെല്ലാം സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന വലിയ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അങ്ങയുടെ പക്കലേക്ക് കടന്നു വരിക. ഈ കരുണയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോഴും ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോഴും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും അങ്ങയോട് നന്ദി പറയുകയും ചെയ്യുകയാണ്. ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി ഈശോയെ സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ഈശോയെ സ്തുതിച്ച് പാടാം. ഈശോയെ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ ദിവ്യകാരുണ്യനാഥന്റെ മുൻപിലായിരിക്കുമ്പോൾ ഈശോയെ അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ച മനോഹരമായിട്ടുള്ള ദൈവസ്നേഹത്തെക്കുറിച്ച് പറയുന്ന ധൂർത്തപുത്രന്റെ ജീവിതത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ലൂക്കായുടെ സുവിശേഷത്തിൽ ഈശോ പറയുകയാണ്, സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം എത്രമാത്രം പിതാവായ ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന്. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹത്തെ ഈശോ വരച്ചു കാട്ടുകയാണ്. എങ്ങനെയാണ് ധൂർത്തനായ തൻ്റെ പിതാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് കടന്നുപോയ മകനെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവത്തിൻ്റെ, ഒരു അപ്പൻ്റെ മുഖം ഈശോ നമുക്ക് കാണിച്ചു തരുന്നു.
തൻ്റെ പിതാവിൽ നിന്ന് തനിക്ക് ലഭിക്കേണ്ടതെല്ലാം, തൻ്റെ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയിട്ടാണ് ആ മകൻ സ്നേഹത്തിൻ്റെ കൂടാരമാകുന്ന ആ ഭവനത്തിൻ്റെ പടികൾ ഇറങ്ങിപ്പോവുക. തന്നെ സ്നേഹിച്ച് വളർത്തി വലുതാക്കിയ പിതാവിനെ ഉപേക്ഷിച്ചുകൊണ്ട് തനിക്ക് ലഭിക്കേണ്ടതെല്ലാം പിതാവിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചുകൊണ്ട് പിതാവിൻ്റെ സമ്പാദ്യത്തിൽ തൻ്റെ അവകാശങ്ങൾ നേടിയെടുത്തുകൊണ്ടാണ് അവൻ ആ വീട് വിട്ടിറങ്ങുക. തൻ്റെ മകനെക്കുറിച്ച് എല്ലാ ദിവസവും സ്നേഹത്തോടുകൂടി ഓർക്കുന്ന പിതാവ് തൻ്റെ 2 മക്കളിൽ ഇളയവൻ തന്നോട് കലഹിച്ച് തന്നെ ഉപേക്ഷിച്ച് സ്നേഹത്തിൻ്റെ കൂടാരമായ ഭവനത്തിൽ നിന്നും പടിയിറങ്ങിപ്പോയിട്ടും ആ അപ്പൻ ആ മകനെ കാത്തിരിക്കുകയാണ്. വഴിക്കണ്ണുമായിട്ട് കാത്തിരിക്കുന്ന ഒരു പിതാവ് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ദിവസവും ആ മകന് വേണ്ടിയിട്ട് ആ മകൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന പിതാവ്. ഈശോയെ, ആ ധൂർത്തപുത്രൻ തൻ്റെ ഭാവിയെക്കുറിച്ച് ഒന്നും ചിന്തിക്കാതെ തനിക്ക് ലഭിച്ച സമ്പാദ്യം മുഴുവൻ തനിക്കിഷ്ടമുള്ള രീതിയിൽ ചെലവഴിച്ച് എല്ലാം നഷ്ടപ്പെട്ടവനായിട്ടിരിക്കുമ്പോഴാണ് അവൻ ചെയ്ത തെറ്റിനെക്കുറിച്ച് അവൻ ഓർക്കുക. തൻ്റെ പിതാവിൻ്റെ ഭവനം എത്രമാത്രം സുന്ദരമായിരുന്നു എന്ന് അവൻ ഓർക്കുകയാണ്. തൻ്റെ പിതാവിൻ്റെ സ്നേഹം എത്രമാത്രം വിലയേറിയതായിരുന്നു, എത്രമാത്രം തൻ്റെ പിതാവ് എന്നെ സ്നേഹിച്ചിരുന്നു എന്ന് അവൻ ഓർക്കുകയാണ്. മനസ്തപിക്കുന്ന ഒരു ഹൃദയത്തോടെ, പശ്ചാത്താപിക്കുന്ന ഒരു ഹൃദയത്തോടെ അവൻ തന്നോട് തന്നെ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകും. സ്വർഗത്തിനെതിരായും അങ്ങേക്കെതിരായും ഞാൻ പാപം ചെയ്തു. എന്നാലും എൻ്റെ സ്നേഹനിധിയായ എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കും എന്ന പ്രതീക്ഷയിൽ അവൻ തിരിച്ചു നടക്കുവാനായിട്ട് ഒരുങ്ങുന്നു. സ്നേഹം കുടികൊള്ളുന്ന ഒരു പിതാവിൻ്റെ സ്നേഹം ആവശ്യത്തിലധികം അനുഭവിച്ചറിഞ്ഞ ആ കുടുംബത്തിലേക്ക്, ആ ഭവനത്തിലേക്ക് അവൻ വീണ്ടും തിരിച്ചു നടക്കുന്നു. തൻ്റെ മകൻ എന്നെങ്കിലും ഒരു ദിവസം തൻ്റെ സ്നേഹം മനസ്സിലാക്കി വീണ്ടും ഈ സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക് തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരുന്ന ആ പിതാവ് അകലെ നിന്ന് തന്നെ, ദൂരെ നിന്ന് തന്നെ തൻ്റെ മകനെ തിരിച്ചറിയുകയാണ്. ജീവിതത്തിൻ്റെ കഷ്ടതകളെല്ലാം അനുഭവിച്ച് തൻ്റെ ശരീരത്തിൻ്റെ സൗന്ദര്യമെല്ലാം നഷ്ടപ്പെടുത്തി ജീവിതത്തിൻ്റെ യാതനകളിലും ജോലിസ്ഥലത്തെ പീഡനങ്ങളും ഏറ്റുവാങ്ങി തിരിച്ചു വരുന്ന ക്ഷീണിതനായ അവശനായ മകനെ ആ പിതാവ് ദൂരെ നിന്ന് തന്നെ കണ്ട് തൻ്റെ മകനാണെന്ന് മനസ്സിലാക്കുന്നു. ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് വീണ്ടും തൻ്റെ സ്നേഹം പൂർണ്ണമായും അവന് നൽകുകയാണ്. ഒരിറ്റുപോലും കുറഞ്ഞു പോകാത്ത ഒരു പിതാവിൻ്റെ സ്നേഹം തൻ്റെ മകന് നൽകുകയാണ്. അവൻ ചെയ്ത പാപങ്ങളുടെ, അവൻ ചെയ്ത തെറ്റുകളുടെ ഒരു ലിസ്റ്റൊന്നും ആ സ്നേഹനിധിയായ അപ്പൻ അവൻ്റെ മുൻപിൽ വെച്ച് പുറത്തെടുക്കുന്നില്ല. മറിച്ച് സ്നേഹത്തിൻ്റെ ഭാഷയിൽ അവനോട് സംസാരിക്കുന്നു. തൻ്റെ കരങ്ങൾ വിടർത്തി അവനെ ആശ്ലേഷിച്ച് തൻ്റെ മകനായി തന്നെ വീണ്ടും ആ സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക്, ആ ഭവനത്തിലേക്ക് അവനെ സ്വീകരിക്കുകയാണ്. ഈശോയെ, ഈ അപ്പൻ്റെ മനോഭാവമാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവിനുള്ളതെന്ന്
അങ്ങ് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചു. ഈശോയെ, എല്ലാം ക്ഷമിക്കുന്ന ഒരു സ്നേഹനിധിയായ സ്വർഗസ്ഥനായ പിതാവാണ് ഞങ്ങൾക്കുള്ളത്. അനുതപിക്കുന്ന ഹൃദയത്തോടു കൂടിയിട്ട്, പശ്ചാത്തപിക്കുന്ന മനസ്സോടു കൂടിയിട്ട് ഞാൻ എന്നാണോ എൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പക്കലേക്ക് തിരിച്ചു നടക്കുക, അന്ന് എന്നെ ആശ്ലേഷിക്കുവാനായിട്ട്, എന്നെ ചേർത്ത് പിടിക്കുവാനായിട്ട്, ഒരു അപ്പൻ്റെ സ്നേഹം നൽകുവാനായിട്ട് വെമ്പൽ കൊള്ളുന്ന ഒരു സ്വർഗസ്ഥനായ പിതാവ് എനിക്കുണ്ട് എന്ന് വിശ്വസിക്കുവാനും ആ ബോധ്യത്തിലേക്ക് കടന്നു വരുവാനും പശ്ചാത്തപിക്കുന്ന ഒരു ഹൃദയം രൂപപ്പെടുത്തുവാനും എന്നെ അനുഗ്രഹിക്കണമേ. അറിഞ്ഞുകൊണ്ട് ഞാൻ തിരഞ്ഞെടുത്ത തെറ്റായ വഴികളെ, തെറ്റായ തീരുമാനങ്ങൾ ഉപേക്ഷിക്കുവാനായിട്ട് അങ്ങനെ പഠിപ്പിക്കണമേ. ഈശോയെ, അങ്ങനോട് കരുണ കാണിക്കുമെന്ന് ഉറച്ചു വിശ്വസിക്കുവാനായിട്ട്, അങ്ങയുടെ കരുണ അനുഭവിച്ചറിയുവാനായിട്ട്, അങ്ങയുടെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് എന്നെ സഹായിക്കണമേ. ഈശോയെ, അങ്ങയുടെ ഉദ്ധാനത്തിൻ്റെ തിരുനാളിനായിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നോമ്പിൻ്റെയും പ്രായശ്ചിത്തത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ദിനങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ മുഖം ദർശിക്കുവാനായിട്ട് ഇടയാക്കണമേ. പാപം നിറഞ്ഞ എൻ്റെ ജീവിതത്തെ നിർമ്മലമായ ഒരു ജീവിതമാക്കി മാറ്റുവാനായിട്ട്, എൻ്റെ എല്ലാ തെറ്റുകളിൽ നിന്നും മാറി നടക്കുവാനായിട്ട് എന്നെ പഠിപ്പിക്കണമേ. ഈശോയെ, പാപസങ്കീർത്തനത്തിനായി ഞാൻ അങ്ങയുടെ പക്കലേക്ക് അണയുമ്പോൾ യഥാർത്ഥത്തിലുള്ള പശ്ചാത്താപം എൻ്റെ ഈ മനസ്സിൽ രൂപപ്പെടുത്തുവാനായിട്ട് ഇടയാക്കണമേ. ഓരോ പാപങ്ങളും ഓർത്ത് ഞാൻ അങ്ങയോട് ഏറ്റുപറയുമ്പോൾ ഹൃദയത്തിലെ വേദന അനുഭവിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ ഏറ്റവും സന്തോഷം നിറഞ്ഞ കുടുംബത്തിൽ നിന്ന്, പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആ നിമിഷങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് കണ്ണുനീരോട് കൂടിയിട്ട് ഹൃദയത്തിൻ്റെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് അങ്ങയെ വേദനിപ്പിച്ചതിനെ ഓർത്ത് മനസ്തപിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അങ്ങയുടെ പക്കലേക്ക് കടന്നു വരുന്നു. ഈശോയെ, എന്നെ സ്വീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ എന്നോട് പൊറുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കുമ്പസാരത്തിനായിട്ട് ഞാൻ ഒരുങ്ങുമ്പോൾ എൻ്റെ ചെറുതും വലുതുമായ ഓരോ പാപങ്ങളെക്കുറിച്ചും ഞാൻ ഓർക്കുമ്പോൾ ഈശോയെ, ഞാൻ ഓർക്കുകയാണ് അങ്ങ് എത്രമാത്രം എന്നെ സ്നേഹിച്ചു, ഞാൻ എത്രമാത്രം അങ്ങിൽ നിന്ന് അകന്നുപോയി, ഞാൻ എത്രമാത്രം വീണ്ടും അങ്ങിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട്, അങ്ങയുടെ സ്നേഹത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഈശോയെ, അനുദപിക്കുന്ന പശ്ചാത്താപം നിറഞ്ഞ ഒരു ഹൃദയം എനിക്ക് നൽകണമേ. പശ്ചാത്താപത്തിൻ്റെ വേദന അനുഭവിക്കുന്ന ഒരു ഹൃദയം, അപ്പോഴാണ് ആത്മാർത്ഥമായിട്ട് അങ്ങയെ തേടുവാനായിട്ട് എനിക്ക് സാധിക്കുക. ഇറങ്ങിപ്പോന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട് എനിക്ക് കഴിയുക. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം കണ്ണുകളടച്ച്, ഈശോയെ, ഞാൻ പാപിയാണ്, എൻ്റെ പാപങ്ങൾ എന്നോട് ക്ഷമിക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, എൻ്റെ പാപങ്ങൾ ഞാൻ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു, എൻ്റെ തെറ്റുകളെ ഞാൻ അങ്ങിലേക്ക് നൽകുന്നു. അങ്ങയുടെ തിരുവിലാവിലെ തിരക്തത്താൽ എന്നെ കഴുകി വിശുദ്ധീകരിച്ച് അങ്ങയുടെ മുറിവേറ്റ ഹൃദയത്തോട് ചേർത്ത് നിർത്തി എന്നെ സ്വാന്തനപ്പെടുത്തണമേ. എന്നെ അങ്ങയുടെ മകനായി സ്വീകരിക്കണമേ. എനിക്ക് സ്നേഹിക്കുന്ന സ്നേഹനിധിയായ പിതാവിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുവാനായിട്ട് ഇടയാക്കണമേ. ക്ഷമിക്കുന്ന സ്നേഹമായി അങ്ങ് കടന്നു വരണമേ. ഈശോയെ, ആത്മാർത്ഥമായിട്ട് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഈശോയെ, എന്നോട് കരുണ തോന്നണമേ. ഈശോയെ, എന്നെ സ്നേഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം.
തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. ഈശോയെ നിൻ തിരുച്ചോരയാ എന്നെ കഴുകണമേ. തിരുവിലാവിലെ തിരുമുറിവിൽ എന്നെ ചേർക്കണമേ. ഈശോയെ നിൻ തിരുച്ചോരയാ എന്നെ കഴുകണമേ. ഈശോയെ കഴുകണമേ. ഈശോയെ കഴുകണമേ. ഈശോയെ എന്നെ നിർമ്മലമാക്കണമേ. എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. കഴുകണമേ. തിരുച്ചോരയാൽ കഴുകണമേ. നമുക്കെല്ലാവർക്കും ഈശോയുടെ കരുണ നിറഞ്ഞ ഹൃദയത്തിലേക്ക് നമ്മളുടെ ഹൃദയത്തെയും ചേർത്ത് വയ്ക്കാം. ഈശോയെ, എൻ്റെ മേല് കരുണയായിരിക്കണമേ. ഈശോയെ, എൻ്റെ പാപങ്ങൾ പലപ്പോഴും എന്നെ സ്നേഹിക്കുന്ന സ്നേഹനിധിയായ അങ്ങേക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ എൻ്റെ സഹോദരങ്ങൾക്കെതിരായിട്ടുമാണ്. എൻ്റെ പാപങ്ങളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ഞാൻ അങ്ങയെ വേദനിപ്പിച്ചതുപോലെ തന്നെ എൻ്റെ സഹോദരങ്ങളെയും വേദനിപ്പിച്ചിട്ടുണ്ട്. ഈശോ പറയുന്ന ധൂർത്തപുത്രൻ്റെ ഉപമയിൽ തൻ്റെ അനുജൻ്റെ തിരിച്ചുവരവ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ജ്യേഷ്ഠനെ കാണുവാനായിട്ട് സാധിക്കും. തൻ്റെ അനുജൻ തിരിച്ച് വീണ്ടും ആ സ്നേഹത്തിൻ്റെ കൂടാരത്തിലേക്ക്, സ്നേഹനിധിയായ പിതാവിൻ്റെ പക്കലേക്ക് കടന്നു വരുമ്പോൾ സന്തോഷിക്കുന്ന ഒരു പിതാവിനെ കാണാൻ സാധിക്കും. എന്നാൽ അതോടൊപ്പം തന്നെ കോപിച്ച് സന്തോഷത്തിൻ്റെ വിരുന്നിലേക്ക് പ്രവേശിക്കുവാനായിട്ട് തയ്യാറാകാത്ത ഒരു ജ്യേഷ്ഠനെയും കാണുവാൻ സാധിക്കും. താൻ ചെയ്ത നല്ല പ്രവൃത്തികളുടെ ഒരു വലിയ ലിസ്റ്റ് തന്നെ അദ്ദേഹം എടുത്തു കാണിക്കുന്നുണ്ട്. തൻ്റെ പിതാവിൻ്റെ വയലിൽ അധ്വാനിച്ച് താൻ നേടിയെടുത്ത, ഭാവിയെ കരുതിക്കൊണ്ട് താൻ നേടിയെടുത്ത സമ്പാദ്യങ്ങളെക്കുറിച്ച് അവൻ പറയുന്നുണ്ട്. എന്നാൽ തൻ്റെ പിതാവിന് നഷ്ടപ്പെട്ടു പോയ, തനിക്ക് നഷ്ടപ്പെട്ടു പോയ സഹോദരനെക്കുറിച്ച് മറന്നു പോകുന്നു. അവൻ്റെ തിരിച്ചുവരവിൽ സന്തോഷിക്കുന്ന വിരുന്നിലേക്ക്, ആ വിരുന്നിൻ്റെ ഭാഗമായി തീരുവാനായിട്ട് സാധിക്കാതെ പോകുന്നു. അനുതാപത്തിൻ്റെ കണ്ണുനീരിൻ്റെ ലവണവും പുനർസംഗമനത്തിൻ്റെ സ്വാന്തനവും ലാവണ്യവും അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കാതെ പോകുന്ന ഒരു ജ്യേഷ്ഠൻ. ഈശോയെ, പലപ്പോഴും ഞങ്ങളും ഇതുപോലെ ഞങ്ങളുടെ സഹോദരങ്ങളോട് കലഹിച്ച് ജീവിക്കുന്നവരാണ്. ഒരുമിച്ച് ഒരു മേശയിൽ സ്നേഹത്തിൻ്റെ വിരുന്നിൽ പങ്കുകൊള്ളുവാനായിട്ട് സാധിക്കാതെ മാറി നിൽക്കുന്നവരാണ്. സഹോദരങ്ങൾ ഞങ്ങളോട് ചെയ്ത തെറ്റുകളെ ഒരിക്കലും ക്ഷമിക്കാതെ ഹൃദയത്തിൽ മുറിവായി കൊണ്ടു നടക്കുന്നവരാണ്. ഒരുമിച്ച് സ്നേഹനിധിയായ മാതാപിതാക്കളോടൊപ്പം ജീവിക്കുവാനായിട്ട് സാധിക്കാത്തവരാണ്. ഈശോയെ, ഞങ്ങളെ സഹോദരങ്ങളോട് സ്നേഹത്തോടുകൂടി പെരുമാറുവാനായിട്ട്, ഒരുമിച്ച് കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബത്തിൽ ജീവിക്കുവാനായിട്ട്, അനുദപിച്ച് കടന്നു വരുന്ന എൻ്റെ സഹോദരനോട് കോപത്തോടെ അവൻ ചെയ്തു പോയ അപരാധങ്ങളുടെ കണക്ക് പറയാതെ, സ്നേഹനിധിയായ പിതാവ് തൻ്റെ മകനെ സ്വീകരിച്ചതുപോലെ ഒരു ജ്യേഷ്ഠനായി സ്നേഹം കൊണ്ട് തൻ്റെ അനുജൻ്റെ എല്ലാവിധ തെറ്റുകളെയും ക്ഷമിക്കുവാനായിട്ടും സ്വന്തം അനുജനായി സ്നേഹിച്ച് അവനെ കൂടെ നിർത്തുവാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ സഹോദരങ്ങൾ തമ്മിലുള്ള എല്ലാവിധ അനൈക്യത്തെയും അങ്ങ് എടുത്തു മാറ്റി ഐക്യത്തോടുകൂടി ജീവിക്കുവാനായിട്ട്, ഒരുമയോടുകൂടി ജീവിക്കുവാനായിട്ട്
കൂടുമ്പോൾ ഇമ്പമുള്ള കുടുംബങ്ങളായി തീരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈശോയെ, അങ്ങയുടെ ഉദ്ധാനത്തിന് തിരുനാൾ ആഘോഷിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ വിരുന്നിലേക്ക് കടന്നു വരുവാനായിട്ട് പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന ജ്യേഷ്ഠനും അനുജനുമായി പിതാവിൻ്റെ സ്നേഹത്തിൽ ജീവിക്കുന്ന മക്കളായി തീരുവാനായിട്ട്, സഹോദര സ്നേഹത്തിൽ വർത്തിക്കുന്നവരായി തീരുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈശോയെ, ഒരിക്കൽ കൂടി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സ്നേഹമുള്ള ഒരു പിതാവായി മാറുവാൻ, ക്ഷമിക്കുന്ന ഒരു പിതാവായി മാറുവാൻ, സ്നേഹിക്കുന്ന ഒരു ജ്യേഷ്ഠനായി തീരുവാൻ, ക്ഷമിക്കുന്ന ഒരു ജ്യേഷ്ഠനായി തീരുവാൻ, ക്ഷമ ചോദിക്കുന്ന ഒരു അനുജനായി മാറുവാൻ, പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് നടന്നെടുക്കുന്ന ഒരു പുത്രനായി മാറുവാൻ, ജ്യേഷ്ഠന്റെ കുടുംബത്തിലേക്ക്, ജ്യേഷ്ഠന്റെ സ്നേഹത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു അനുജനായി തീരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മാതാപിതാക്കൾ ആഗ്രഹിച്ചതുപോലെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുന്ന കുടുംബം രൂപീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമുക്കൊരിക്കൽ കൂടി ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും പ്രത്യേകമായി ഈ 1 മണിക്കൂർ ഈശോയോടൊപ്പമായിരിക്കുവാനായിട്ട്, ഈശോയെ സ്തുതിക്കുവാനായിട്ട്, നമ്മുടെ ജീവിതം വന്നുപോയ തെറ്റുകളെക്കുറിച്ച് ഓർക്കുവാനായിട്ട്, സ്നേഹിക്കുന്ന ദൈവത്തെ ശ്രവിക്കുവാനായിട്ട്, സ്നേഹനിധിയായ പിതാവിനെ അനുഭവിച്ചറിയുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിച്ചതിനെ നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കൊരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈശോയുടെ നാമം വിളിച്ച് അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും സ്വരമുയർത്തി മനമുയർത്തി ഈശോയെ സ്തുതിച്ച് പാടി ആരാധിക്കാം. യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും ഈശോയെ സ്തുതിച്ച് പാടാം. ഈശോയെ, അങ്ങ് നൽകിയ നിരവധി അനുഗ്രഹങ്ങളെ ഓർത്തുകൊണ്ട് അങ്ങയോടൊപ്പമായിരിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം. കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളാ എന്നെ കഴുകണേ നാഥാ നീ. കരുണ നിറഞ്ഞ പിതാവേ, നീ ചൊരിയണേ നിന്നുടെ കാരുണ്യം, നിന്നുടെ കരുണാധാരകളാ എന്നെ കഴുകണേ നാഥാ നീ. ഈശോയെ, ഞങ്ങളെല്ലാം അങ്ങയുടെ അനുഗ്രഹം സ്വീകരിക്കുവാനായിട്ട് അങ്ങയുടെ മുന്നിലായിരിക്കുകയാണ്. ഈശോയെ, ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളോട് ചേർന്നിരിക്കുന്ന എല്ലാ വ്യക്തികളെയും ഈ ലോകം മുഴുവനെയും അങ്ങ് അനുഗ്രഹിക്കണമേ. കലഹിച്ച് ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലെ ദുഃഖങ്ങളെല്ലാം എടുത്തു മാറ്റി പരസ്പര സ്നേഹത്തിൽ ജീവിക്കുവാനായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കരുണ ഞങ്ങളിലേക്കും ഞങ്ങളുടെ ജീവിതങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വ്യക്തികളുടെ ജീവിതങ്ങളിലേക്കും ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഈശോയുടെ അനുഗ്രഹം സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ.
യേശുവേ, സ്തുതിക്കുന്നു സ്തുതിക്കുന്നു യേശുവേ, സ്തുതിക്കുന്നു യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധന 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 ആരാധന. ഈശോയേ ഈശോയേ ഈശോയേ. ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.